ഈ ആഴ്ച റിലീസായ 3 സിനിമകളുടെ റിവ്യൂ. ലൈറ്റ് ഹാർട്ടഡ് ഡ്രാമ സിനിമ സർക്കിട്ട്, ഫാൻറ്റസി കോമഡി ഡ്രാമ സിനിമ പടക്കളം, കോമഡി ഫാമിലി ഡ്രാമ സിനിമ പ്രിൻസ് ആൻഡ് ഫാമിലി. സർക്കിട്ട് ഒന്നിച്ച് മുൻപോട്ട് പോകുന്ന 2 വ്യത്യസ്തമായ കഥകൾ. അപ്രതീക്ഷിതമായി ഈ കഥകൾ ഒന്നാവുന്നു, തുടർന്ന് ഇഴചേർന്ന് പോകുന്നു. ADHD അഥവാ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ ഉള്ള ജെപ്പു എന്ന കുട്ടിയുടെയും മിഡിൽ ഈസ്റ്റിൽ ഒരു ജോലി തേടിയെത്തുന്ന അമീറിൻ്റെയും കഥയാണ് സർക്കിട്ട് പങ്കുവയ്ക്കുന്നത്. ഒതൻറ്റിക്കായ പ്രേക്ഷകന് റിലേറ്റ് ചെയ്യാൻ കഴിയുന്ന ക്യാരക്ടേഴ്സാണ് സിനിമയിലുള്ളത്. ഇമോഷണൽ ഓണസ്റ്റി എന്ന സത്യസന്ധമായ വൈകാരികത നിലനിർത്തുന്ന അവരുടെ ഇൻഡിവിജ്വൽ സ്റ്റോറീസ് അത് പ്രേക്ഷകനെ കൺവിൻസ് ചെയ്യിക്കുന്നതുമാണ്. പക്ഷേ ഈ ഇൻഡിവിജ്വൽ സ്റ്റോറീസിനെ ഒരുമിച്ച് ചേർക്കുന്ന കഥാസന്ദർഭം അവിടെ എഴുത്തിൻ്റെ നാച്ചുറൽ ഫ്ലോ കൈവിട്ടുപോയി. ഒരു ഫോഴ്സ്ഡ് സിറ്റുവേഷൻ ഉണ്ടാക്കി കഥാപാത്രങ്ങളെ കൂട്ടിയിണക്കി മുൻപോട്ട് കഥ പറയേണ്ടി വരുന്ന അവസ്ഥ. മിക്കപ്പോഴും ഒട്ടുമിക്ക എല്ലാ ജോണർ സിനിമകളും നേരിടുന്ന എഴുത്തിലെ ഈ പ്രശ്നം ഇവിടെയുണ്ടായിട്ടുണ്ട്. സാധാരണ ഇത്തരം വിഭാഗം സിനിമകളിൽ കണ്ടുവരുന്ന വ്യത്യസ്തരായ കഥാപാത്രങ്ങളുടെ അവിചാരിതമായ കൂടിക്കാഴ്ചകളും തുടർന്നുള്ള കഥാഗതിയും മിക്കപ്പോഴും നാച്ചുറൽ ആവുന്നത് നഷ്ടപ്പെട്ട ഒരു വസ്തു തിരിച്ചേൽപ്പിക്കുന്ന സന്ദർഭത്തിലൂടെയോ ഒരു പ്രവൃത്തി ചെയ്യാൻ സഹായിക്കുന്നതിലൂടെയൊക്കെയാണ്. അവിടെ ഒരു സ്വാഭാവികത നിലനിർത്തുക എന്നത് അനിവാര്യമാണ്. സർക്കിട്ട് മികച്ചതാവുന്നത് അഭിനേതാക്കളുടെ പ്രകടനം കൊണ്ടും ഇഴുകിച്ചേർന്ന പശ്ചാത്തല സംഗീതത്തിൻ്റെ ഒഴുക്കും കൊണ്ടും മാത്രമാണ്. ഇതൊരു ഫീൽ ഗുഡ് ഡ്രാമ സിനിമയല്ല. കാരണം ഇവിടെ ഇടയ്ക്കിടെ പ്രേക്ഷകനിൽ ഗുഡ് ഫീലിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള സിനിമാ സന്ദർഭങ്ങളില്ല. പകരം അതെല്ലാം സിനിമയുടെ അവസാന ഭാഗത്തേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ്. കുറച്ച് സമയം കൊണ്ട് വളരുന്ന കഥാപാത്രങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളിൽ തുടങ്ങി പലപ്പോഴും പറയുന്ന സ്ഥിരം കേട്ടിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറീസിൻ്റെ ആവശ്യകത പോലും പ്രേക്ഷകനിലേക്ക് എഴുത്തിലൂടെ എത്തിക്കാൻ ശ്രമിച്ചിരിക്കുന്നത് ഇത്തരം സിനിമകൾ കണ്ടിട്ടുള്ളവർക്ക് ബോറടിച്ചേക്കാം. അമീറായുള്ള ആസിഫ് അലിയുടെ പെർഫോമൻസും ജെപ്പുവായുള്ള ഓർഹാൻ്റെ പെർഫോമൻസും അതിഗംഭീരമാണ്. അതിനായി ഈ സിനിമ കാണാവുന്നതുമാണ്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇടാതെ ഒരു കഥാപാത്രത്തിൻ്റെ പ്രകടനത്തെ സിനിമയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ എത്രത്തോളം മികച്ചതായിരിക്കും അതെന്ന് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. റിഫൈൻ ചെയ്യപ്പെടേണ്ട എഴുത്തും പെർഫോമൻസ് കൊണ്ട് മികച്ചതുമായ സിനിമയാണ് സർക്കിട്ട്. പടക്കളം ഒരു കോളേജും ആ കോളേജിലെ 4 വിദ്യാർത്ഥികളും അവരുടെ അധ്യാപകരും നേരിടേണ്ടി വരുന്ന അവിചാരിതമായ പ്രശ്നങ്ങളാണ് സിനിമ പറയുന്നത്. ഈ പറഞ്ഞത് പടക്കളത്തിൻ്റെ ഒരു 1 ലൈൻ ത്രെഡ് മാത്രമാണ്. ഇതിൽ കൂടുതലാണ് ബുക്ക് മൈ ഷോയിൽ പോലും കൊടുത്തിരിക്കുന്നത്. പക്ഷേ അതുപോലും വായിക്കാതെ സിനിമയ്ക്ക് പോകുന്നതാണ് നല്ലത്. ഫാൻറ്റസി കോമഡി സിനിമയായി അവതരിപ്പിക്കുമ്പോൾ എഴുത്തുകാരനുള്ള സ്വാതന്ത്ര്യം വളരെ വിശാലമാണ്. തുടക്കം മുതൽ അവസാനം വരെ പ്രേക്ഷകനെ രസിപ്പിച്ച് ത്രസിപ്പിക്കുന്ന ഈ ജോണറിനോട് നീതി പുലർത്തുന്ന കംപ്ലീറ്റ് ഫാൻറ്റസി കോമഡി പാക്കേജാണ് പടക്കളം. ഒരു കളർഫുൾ എൻ്റർടൈൻമെൻറ്റ് മാത്രം നോക്കിയുള്ള സിനിമ. ഒരുപാട് സിനിമാ ഡയലോഗ് റെഫറൻസുകളും കോമിക് റെഫറൻസുകളും കൃത്യമായി സന്ദർഭം അനുസരിച്ച് ബ്ലെൻഡ് ചെയ്തെടുത്ത കഥാപാത്രങ്ങളുടെ രീതിക്ക് ചേർത്തെടുത്ത ഒരു വെക്കേഷൻ ഫ്ലിക്കാണ് പടക്കളം. അബ്സേർഡ് കോമഡി, അതും ടൈമിംഗ് തെറ്റാതെ മിക്കയിടത്തും അവതരിപ്പിച്ചിരിക്കുന്നത് ഓഡിയൻസിൽ ചിരി പടർത്താതെ പോവില്ല. മ്യൂസിക്കും എഡിറ്റിങ്ങും ആക്ഷൻ രംഗങ്ങളും പെർഫോമൻസും എല്ലാം ഗംഭീരം. അതിനോടൊപ്പം ഭംഗിയായി എഴുതിയ കഥ. ഫാൻറ്റസി സിനിമകളിൽ പ്രേക്ഷകന് വേണ്ടത് അപ്രതീക്ഷിതമായി സംഭവിക്കുന്ന, ലോജിക്ക് ഒരിടത്തും എത്താത്ത, എന്നാൽ രസിപ്പിക്കുന്നതിൽ ഒരു പിഴവും വരാത്ത നരേഷൻ സ്റ്റൈലാണ്. അതിവിടെയുണ്ട്. അതിനൊപ്പം പ്രധാന കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത് അടിപൊളിയായിട്ടാണ്. വീണ്ടും കാണാൻ പ്രേരിപ്പിക്കുന്നതാണ്. കഥയുടെ ഫാൻറ്റസി എലമെൻറ്റ്സ് പ്രേക്ഷകനെ രസിപ്പിക്കുമ്പോൾ കഥാപാത്രങ്ങളുടെ ഇമോഷണൽ സൈഡിനെ പ്രേക്ഷകനുമായി കണക്ട് ചെയ്യിപ്പിക്കാനും സാധിച്ചിട്ടുണ്ട്. ഏതാണ്ട് ഒരു ആവേശം ടൈപ്പിൽ കണ്ടിരിക്കാവുന്ന ഡൾ മൊമെൻറ്റ്സ് ഇല്ലാത്ത സിനിമ. കൂട്ടുകാരും ഫാമിലിയുമായി കാണാൻ കഴിയുന്ന, ഇൻവെസ്റ്റ് ചെയ്താൽ നഷ്ടമില്ലാത്ത സിനിമ. പ്രിൻസ് ആൻഡ് ഫാമിലി പലയിടത്തും കേട്ടിട്ടുള്ള, കണ്ടിട്ടുള്ള ഒരു കുടുംബത്തിലെ അവിവാഹിതനായ മൂത്ത മകൻ്റെ കഥയാണ് പ്രിൻസ് ആൻഡ് ഫാമിലി പറയുന്നത്. മൊത്തത്തിൽ പ്രിൻസ് ആൻഡ് ഫാമിലി ശരാശരിയിൽ താഴെയുള്ള ചിത്രമായി ഒതുങ്ങുന്നതിനും പ്രേക്ഷകന് മടുപ്പ് തോന്നിക്കുന്നതിനും കാരണം പലതാണ്. എഴുത്തിലെ പോരായ്മ മറികടക്കാൻ കഴിയുമായിരുന്ന ക്യാരക്ടേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നതെങ്കിലും ലീഡ് ആക്ടേഴ്സിൻ്റെ മുതൽ സപ്പോർട്ടിംഗ് ആക്ടേഴ്സിൻ്റെ വരെ മോശം പ്രകടനങ്ങൾ ചിത്രത്തെ തരം താഴ്ത്തി. പ്രധാനമായും ഒരു സിനിമയിലെ ക്യാരക്ടേഴ്സിനോട് പ്രേക്ഷകൻ കണക്റ്റഡ് ആകുന്നത് പല വിധത്തിലാണ്. ചിലരോട് ദേഷ്യം തോന്നും, ചിലരോട് വെറുപ്പ് തോന്നും. എന്നാൽ ക്യാരക്ടർ സഞ്ചരിക്കുന്ന വഴികളിലൂടെ പ്രേക്ഷകനും പോകുമ്പോൾ ഈ വികാരങ്ങൾ മാറേണ്ടതാണ്. എന്നാൽ കഥാഗതിക്ക് അനുസരിച്ച് കഥാപാത്രങ്ങൾക്ക് മാറ്റം സംഭവിക്കുമ്പോൾ ആ മാറ്റം പ്രേക്ഷകനിലേക്ക് എത്തിക്കാൻ നടീനടന്മാർക്ക് കഴിഞ്ഞില്ലെങ്കിലോ? പ്രിൻസിൽ അതാണ് സംഭവിച്ചത്. കൃത്യമായ അളവിനപ്പുറം പ്രകടിപ്പിച്ചാൽ പാളിപ്പോകുന്ന ലീഡ് ഫീമെയിൽ ക്യാരക്ടർ. പാളിപ്പോയെന്ന് മാത്രമല്ല, ആ കൂടെ സിനിമയെ അങ്ങ് കൊണ്ടുപോയി. ട്രഡീഷണൽ ഫാമിലി വാല്യൂസ്, മോഡേൺ സോഷ്യൽ മീഡിയ കൾച്ചർ, ഇങ്ങനെ 2 ധ്രുവങ്ങളിൽ നിൽക്കുന്ന പ്രമേയങ്ങൾ ഒന്നിച്ച് പ്രേക്ഷകന് മുൻപിലേക്ക് വെക്കേണ്ടത് കൃത്യമായ വ്യക്തമായ കാഴ്ചപ്പാടുകളാണ്. സിനിമയിലെ ഓരോ കഥാപാത്രങ്ങളെയും ഒന്നല്ലെങ്കിൽ മറ്റൊരു സന്ദർഭത്തിൽ അവർ ജീവിക്കുന്ന ചുറ്റുപാട് അടങ്ങിയ സമൂഹം വിലയിരുത്തുന്നതും അവരെ ലോകമെമ്പാടുമുള്ള സാമൂഹിക മാധ്യമങ്ങൾ വഴിയുള്ള ആധുനിക സമൂഹം വിലയിരുത്തുന്നതും വ്യക്തതയോടെ കാണിക്കുന്ന സന്ദർഭങ്ങൾ സിനിമയിലുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും പ്രേക്ഷകന് തിരിച്ചറിയാനുള്ള അവസരം ലഭിക്കാത്തതിൻ്റെ പ്രധാന കാരണം അനാവശ്യ നർമ്മത്തിൽ പൊതിഞ്ഞ കഥാസന്ദർഭങ്ങൾ കൊണ്ടാണ്. കണ്ടോ കാണാതെയോ മറക്കാവുന്ന ഒരു സിനിമ. കൂടുതൽ സിനിമാ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്.
ബൈ ബൈ.